ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മനുജീവൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് പൊടിമറ്റത്താണ്, പൗസാൻ കേരള കേട്ടോ. അതായത് നമ്മുടെ മബുനുവിൻ്റെ ഫസ്റ്റ് ഗ്രൂമിങ്ങിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാൻ ഓൾറെഡി അവളെ കൊണ്ടുവന്നതിന് ശേഷം അവളിപ്പോൾ 2 മാസം, കറക്റ്റ് 2 മാസം 4 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവളെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ കുളിപ്പിച്ചു. അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തേ ഉള്ളൂ കേട്ടോ, ചെറുതായിട്ട്, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓൺലൈൻ വഴി സെർച്ച് ചെയ്തപ്പോൾ തന്നെ പൗസാൻ കെയറിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ഞാൻ പൗസാൻ കെയറിലെത്തി. നമുക്ക് മുണ്ടാക്കിയതിന് ഏകദേശം ഒരു ഇച്ചിരി ദൂരം ഉണ്ട് കേട്ടോ. എന്നാലും മുണ്ടാക്കിയതിൻ്റെ നിയർ ബി തന്നെയാണ്, പാറത്തോട് പൊടിമറ്റത്തിനടുത്ത് കേട്ടോ, നിയർ സെൻറ്റ് ഡൊമിനിക് കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ മബുനുവിന് അത്രയും സന്തോഷമായി കേട്ടോ. കാര്യം നമുക്ക് അതായത് അവിടുത്തെ ഉള്ള ആൾക്കാരാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ മബുനുവിന് ഭയങ്കര ഹാപ്പി കേട്ടോ. മബുനു സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയില്ല ഇങ്ങനെ നിന്ന് തരുമോ എന്നുള്ള കാര്യം. എൻ്റെ നമുക്ക് ആ ബയ്യ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കാം കേട്ടോ. ബയ്യ ഒരു ഭയങ്കര നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ആനന്ദു, ഓക്കെ ഓക്കെ. അപ്പോൾ അനന്തു ബയ്യാണ് നമുക്കിത് നമ്മുടെ മബുനുവിനെ കുളിപ്പിക്കുന്നത് കേട്ടോ. അതെ, അവനെ നമുക്ക് വാഷ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി, നമുക്ക് നല്ല മുണ്ടക്കത്ത് എന്തായാലും ഇങ്ങനൊരു മുണ്ടക്കത്ത് നിയർ ബി നമുക്ക് ഇങ്ങനൊരു ഇതുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ, വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ മബുനുവിൻ്റെ കുളി തുടങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി. അപ്പം തന്നെ അവൾക്കൊരു ഹാപ്പി ആയി. അല്ല, നമുക്കിങ്ങനെ ബാത്തിങ്ങിന് എങ്ങനെ ചാർജ് വരുന്നത്? നോർമൽ 800 ഓക്കെ. 400 to 800 ഓക്കെ, സൈസ് നോക്കിയിട്ട് നമുക്ക് വ്യത്യാസം വരും. പിന്നെ നമുക്ക് സ്കിൻ മെഡിക്കൽ ബാത്ത് ചെയ്തിട്ട് 1000 rupees വരും. അപ്പോൾ ഓവർ നല്ല സ്കിന്നിന് ഡാമേജ് ഉള്ള ടൈപ്പ് വരുമ്പോൾ സ്കിൻ പ്രോബ്ലം വന്ന സമയത്ത് ഡോക്ടർ പറയുന്നത് സീറോ ട്രിമിങ് ചെയ്യണം. ട്രിമിങ് ചെയ്തിട്ട് മെഡിക്കൽ ബാത്ത് ചെയ്തിട്ട് 1200. ഓക്കെ. അപ്പോൾ ഇവളുടെ ദേഹത്ത് എന്തെങ്കിലും സ്കിന്നിൻ പ്രോബ്ലം ഇല്ലല്ലോ? നീറ്റായിട്ട് നോക്കുന്നുണ്ട്. നോർമൽ ബാത്ത് ചെയ്യാം. ഓക്കെ ഓക്കെ. അങ്ങനെ കൊച്ചിനെ പല്ല് തേപ്പിക്കുകയാണ് കേട്ടോ. എനിക്കപ്പോൾ അവളെ നിന്ന് തരത്തൊക്കെ ചിരി വന്നു കേട്ടോ, പാവം. എന്താണ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അവളെ ഇങ്ങനെ നിന്ന് തരുമോ എന്നുള്ള കാര്യം. നഖം വെട്ടാൻ വേണ്ടി പോലും നിന്ന് തരും എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. പക്ഷെ എന്തായാലും ആ ബയ്യായും അവളും തമ്മിൽ ഒരു എന്താ പറയണ്ടേ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൾ നിന്ന് തന്നത്. എന്തായാലും പിന്നെ അവളെ ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചതിന് പിന്നെ ഒന്ന് ഉണക്കുക ചെയ്യുന്നത് കേട്ടോ. പിന്നെ നഖമൊക്കെ വെട്ടി കഴിഞ്ഞപ്പോഴത്തേനെ കൊച്ചു, ഞാൻ സത്യം പറഞ്ഞ് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇതിപ്പോൾ നമ്മുടെ നഖത്തിന് മറ്റേ ഇതെല്ലാം ഇത് ചെയ്ത് കളയാണ് കേട്ടോ. അങ്ങനെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്കും ഭയങ്കര സന്തോഷം. അവൾ എപ്പോഴും ഇവിടെ ആൾക്കാർ വരുമ്പോഴത്തേനും അവൾ ചാടി ദേഹത്ത് കയറുമ്പോഴത്തേനും അവളെല്ലാം നഖമൊക്കെ കൊള്ളുന്നുണ്ട്. ഓൾറെഡി വാക്സിൻ എടുത്തിട്ട്, പക്ഷേ എങ്കിലും നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ ബാക്കി ആ സമയത്ത് ഞാൻ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കി കേട്ടോ. അപ്പോൾ നമുക്ക് പെറ്റ്സിനുള്ള എല്ലാ ഫുഡ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മബുനു അവിടെ റെഡി ആയിട്ടിരിക്കണം. എന്നെ കാണുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെപ്രാളപ്പെടുക ഇറങ്ങി വരാൻ വേണ്ടി. അപ്പോൾ ഞാൻ പോയിട്ട് അവൾക്കൊരു നല്ലൊരു ബെൽറ്റ് മേടിച്ചു. ഓൾറെഡി എൻ്റെ ബെൽറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് വലിയൊരു താല്പര്യം തോന്നില്ല. ഒരു ബെൽറ്റ് മേടിച്ചു. അതുപോലെ തന്നെ അവൾക്കൊരു ചെയിൻ മേടിച്ചു. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മുടെ ട്രീറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു അവൾക്ക് വേണ്ടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ നിൽക്കുമ്പോഴത്തേനും അവൾ നമ്മളെ കാണുമ്പോഴത്തേനാണ് അവൾക്ക് ഈ ഒരു എന്താ പറയുക ഒരു സംഭവം. അപ്പോൾ അവൾ എല്ലാം റെഡി ആയിട്ട് സെറ്റായിട്ട് ഇറങ്ങി കേട്ടോ. അവന് ശുണ്ടരി ആയില്ല. ഓക്കെ 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 ഓക്കെ. അബിനു കം ഹിയർ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു ഓട്ടോയിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് യാതൊരു ആവശ്യമില്ലായിരുന്നു. എൻ്റെ മനുഷ്യട്ട ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ പോകാൻ മതിയായിരുന്നു ബൈക്കിൽ. എനിക്ക് അത്രയും മാത്രം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. നമ്മളത് പോയവർക്ക്, നമ്മൾ അനുഭവിച്ചവർക്ക് മാത്രമേ കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ എനിവേ എന്തായാലും ഇത്രയേ ഉള്ളൂ. അതിനുശേഷം തിരിച്ച് ഓട്ടോയിൽ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ വീഡിയോ കാണണം. മബുനുവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ലൈക്കും ഒരു കമൻറ്റും ഇടണം കേട്ടോ.